ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഇൻഷാല്ല നാളെ എൻ്റെ ഡെലിവറി റെസ്റ്റൊക്കെ കഴിഞ്ഞ് 90 കേട്ടോ. നാളെ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പം തലേ ദിവസം രാത്രി തൊട്ട് എടുത്തൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോണത് ചെറിയൊരു പർച്ചേസിങ്ങിനാട്ടോ. എനിക്കും അതിന് ബേബിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാണ്ടിനി. അപ്പം ആദ്യം തന്നെ നമ്മൾ ഓക്ക് എടുക്കാനായിട്ടാട്ടോ കയറിയത്. അങ്ങനെ അതാ ഓളെ ഡ്രസ്സും കാര്യമൊക്കെ എടുത്ത് നമ്മൾ നേരെ എനിക്ക് എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ തന്നെ പോണത്. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് വന്നതാട്ടോ. അങ്ങനെ അതാ ഒരു ചുരിദാർ സെറ്റും പിന്നെ കുറച്ച് മാക്സിയും കുറച്ച് 3 പീസ് എടുത്തിട്ടോ. ഈ പർച്ചേസിങ് കുറേ ദിവസം മുമ്പ് ചെയ്യണം വിചാരിച്ചതേന്, പക്ഷേ ഇന്നാണ് ഇപ്പനെ കിട്ടിയത്. അങ്ങനെ അതാ നമ്മളതൊക്കെ വാങ്ങി നേരെ കാടപ്പടി ഷവർമയിലേക്കാട്ടോ പോണത്. അവിടുത്തെ ഷവർമ്മയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാട്ടോ. പക്ഷേ നമ്മളിങ്ങോട്ട് വന്നത് ഒരു ക്യാരറ്റ് ജ്യൂസ് കുടിക്കാനും പിന്നെ ബ്രോസ്റ്റ് വാങ്ങാനാണ് കേട്ടോ. അവിടെ വീട്ടിൽ സിസ്റ്ററും ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന താത്തയും ഒറ്റക്കാട്ടോ. അപ്പം നമ്മളത് വാങ്ങി വീട്ടിൽ നിന്ന് കഴിക്കാൻ വിചാരിച്ച് ഇതാ നമ്മൾ പോകുന്ന വീട്ടിലെത്തി. ബ്രോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം എൻ്റെ ഫേവറേറ്റ് ആണല്ലോ. പിന്നല്ലേ ഈ വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയാണ് കേട്ടോ. ചില കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കാത്തതുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്ത് വെക്കണേ. അപ്പം അതിൻ്റെതായ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാ ഇന്ന് രാവിലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല പുട്ടാണ് കേട്ടോ. പിന്നെ ഉമ്മച്ചിനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന താത്ത ഇവിടെ ഉള്ളി ഇതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ പൊരിച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ കറി അങ്ങനെ എടുക്കില്ല കേട്ടോ. ഇടയ്ക്ക് കറി എടുക്കും, ഇടയ്ക്ക് കറി എടുക്കില്ല. ഓരോ ദിവസം ഓരോ രീതിയിലാട്ടോ. ഇങ്ങനെ എന്തെങ്കിലും പൊരിച്ചതുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ കഴിക്കുന്നതാണ് ഏറെ ഇഷ്ടം. കാരണം ഒരു പ്രത്യേക രസമാണ് അതിന്, എന്താ അറിയില്ല, എനിക്ക് അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റാണ്. ഉമ്മച്ചിയാണെങ്കിൽ ഇന്ന് രാവിലെ തൊട്ടേ നല്ല തിരക്കില്ല കേട്ടോ. ഇവിടെ അതാ ഫിഷ് ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിറ്റേ ദിവസത്തിന് പറയും വേണ്ട, അതിലേറെ ടേസ്റ്റാണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാൻ്റെ മീൻ ബിരിയാണി കേട്ടോ. പിന്നെ അതാ അവിടെ ഉമ്മച്ചിൻ്റെ ബീഫ് വരട്ടിയതും റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഉമ്മക്ക് ഭയങ്കര ടെൻഷൻ, ഇതൊക്കെ വേഗം ആവില്ല എന്നുള്ള ഒരു വെത്തപ്പാടിലാണ് ഉമ്മ ആകെ. പിന്നെ ആണെങ്കിൽ നമ്മളിവിടെ മീൻ ബിരിയാണിയും പിന്നെ ബീഫ് വരട്ടിയതും കാട പൊരിച്ചതും ചിക്കൻ പൊരിച്ചതും കേട്ടോ ഉണ്ടാക്കുന്നത്. ചിക്കൻ ബിരിയാണി മാത്രം നമ്മൾ കാറ്ററിങ് ഏൽപ്പിച്ചിന് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു 90 കൊടുന്ന ഡ്രസ്സ്. ഇതിൽ എനിക്ക് ചെരുപ്പ് നല്ല ഇഷ്ടമായിട്ടോ. ചുരിദാറും രസമുണ്ട്. ഈ വീഡിയോയിൽ കാണാനെക്കാട്ടിയും നേരിട്ട് കാണാനായിട്ടോ ഇതൊക്കെ രസം. പിന്നെ ഇതാണ് കേട്ടോ അയിനു ബേബിൻ്റെ ഡ്രസ്സ്. ഇവിടെയാണെങ്കിൽ എൻ്റെ അളാമ്മയും ഉമ്മമ്മയൊക്കെ എത്തിന് കേട്ടോ. ഒരു ഈ പരിപാടിക്ക് വന്നതാട്ടോ. അപ്പോൾ അതാ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് വരാൻ ഏകദേശം സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് അയൺ ചെയ്ത് മാറ്റി ഒരുങ്ങാൻ വിചാരിച്ച് അയിനു ബേബിനെ കുളിപ്പിച്ചുകൊണ്ട് ഉറക്കിയതാട്ടോ. ഇനി എൻ്റെ മാറ്റലും ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഓളെ മാറ്റിയെടുക്കാൻ. പിന്നെ പാക്കിങ് ഇതൊക്കെ രാവിലെ തന്നെ കഴിച്ചിന് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇവിടെ ഉമ്മച്ചിൻ്റെ നല്ല ഫിഷ് ബിരിയാണി റെഡി ആയിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് കാറ്ററിങ് ഏൽപ്പിച്ച ചിക്കൻ ബിരിയാണി. അപ്പം ഇമ്മമ്മ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കുക കേട്ടോ. അങ്ങനെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് എത്തിന് കേട്ടോ. അപ്പം അവർക്ക് വന്ന പാട് ഹോർലിക്സ് കൊടുത്ത്. അപ്പോൾ അതാ ഫുഡൊക്കെ ഇവിടെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിണ് കേട്ടോ. ഞാനാണെങ്കിൽ ഒരു വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഫുഡ് കഴിച്ചിണ്. പിന്നെ ഞാനാണ് ഇതിൽ കുറേ ഭാഗങ്ങൾ എടുക്കാത്തതുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ അതാ ഇവിടെ ഇക്കാൻ്റെ വീട്ടിലെത്തിയിട്ടോ. കുറേ സാധനങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറക്കാനുണ്ട്. അങ്ങനെ സാധനങ്ങൾ ഇതൊക്കെ എടുത്ത് വെച്ച് ഈവനിങ് നല്ല പേരക്ക ജ്യൂസും കുടിച്ച് ഇവിടെ ഉമ്മച്ചി പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ.
അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.